കൊല്ലൂർ മൂകാംബികയിലേക്ക് നിങ്ങൾ വരുമ്പോൾ പുറത്തുള്ള ഗണപതിനെ ആദ്യം തൊഴുതിട്ട് അകത്തേക്ക് വരിക. ഇവിടെ അത് കഴിഞ്ഞാൽ ഈ കൊടിമരത്തിൻ്റെ പുറകിലൊരു ഗണപതിയുണ്ട്. ഇതല്ല മാലിയിട്ട് വെച്ചേക്കണം. അതിനുശേഷം ഇവിടെയാണ് നിങ്ങൾ തൊഴേണ്ടത്. ഇവിടെ നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കി തൊഴണം. എന്നിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ എന്നാണ് ഒരു പുതിയൊരു അറിവ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ അത് കാണാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. പലരും ഇത് ഈ ഗണപതിനെ പലരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണം. കൊല്ലൂർ മൂകാംബികയിൽ തൊഴാനായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഗീലാമ്പ് കത്തിക്കൽ. ഇത് 30 രൂപയാണ്. നിങ്ങളെല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിവിടെ വന്നിട്ട് ഇവിടെ കത്തിക്കാം. ഗീലാമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. അത് അവിടെ നിന്ന് ഗീലാമ്പ് വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് കാണിച്ചിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക, എന്നിട്ട് അവിടെ വയ്ക്കാം. ഒരു പ്രത്യേക ഫീലാണ്. ഈ ഗീലാമ്പ് ഇവിടെ വരുന്ന ആൾക്കാർ എല്ലാവരും കത്തിക്കാനായിട്ട് ശ്രമിക്കാം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കുറേ സാരികൾ ഇവിടെ ദേവിക്ക് ആൾക്കാർ സമർപ്പിക്കുന്നത് ഇവിടെ ഇങ്ങനെ ടാഗൊക്കെ ഇട്ടിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറവശത്തായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കാണാം, ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ വിലയെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടാണ് അവർ വിലയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് 2,900 രൂപ. ചെറിയ വിലയുണ്ട്, 400 രൂപയുടെയൊക്കെ ഉണ്ട് വില പറഞ്ഞത്. ക്വാളിറ്റി നോക്കിയിട്ടാണ് അവർ വിലയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ പുറയിലാണുള്ളത്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് പൈസ അടച്ച് വാങ്ങാവുന്നതാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന ആൾക്കാർക്ക് അന്നദാനം കഴിക്കാനായിട്ട് സൗകര്യമുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ട്, വൈകുന്നേരം 7 മണിക്കുണ്ട്, 2 നേരമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോംപ്ലക്സ്. പുതിയതായിട്ട് പണിതേക്കണാണ്, കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്കത് കഴിക്കാം. നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ 2 നേരവും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. അമ്പലത്തിൽ നിന്ന് തന്നെ ദേവിയുടെ ഭക്ഷണം തന്നെ കഴിക്കാം. പിന്നെ ഇവിടെ ഇതിനടുത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. അവിടെ ഡാൻസ് എല്ലാം നടക്കുന്നുണ്ട്, അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ക്ഷേത്രം കാണാം. ഇത് ഒരു കർണാടകയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ ദേവിയുടെ ഇവിടുത്തെ കൊല്ലൂരമ്മയുടെ ദേവിയുടെ സഹോദരിയാണെന്നാണ് ഇത് പറയപ്പെടുന്നത് കേട്ടോ. എന്നോടൊരാൾ പറഞ്ഞതാണ്. അത് കാണാം ഇവിടെ. അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. പറഞ്ഞ ഒരു അറിവിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് ആരും വരുന്നൊന്നുമില്ല. ഇവിടെ വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. സൈഡിൽ നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പുറം സൈഡിലായിട്ട് നാഗത്തിൻ്റെ പൂജയൊക്കെ ചെയ്യേണ്ട അവിടെ സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആൾക്കാർ ഇവിടെയും കൂടെ ഒന്ന് തൊഴുക.
അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. കൊല്ലൂർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വലിയൊരു തേര് കിടക്കുന്നുണ്ട്. ഇത് പുതുതായിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ടയറൊക്കെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഇരട്ടി ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ടയറിന് തന്നെ. ഭയങ്കര ഒരു വലിയ സൈസിലാണ് ഇത്. ഇങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ടൊക്കെ പല റോട്ടിൽ തന്നെ ഒരുപാട് ലോറി വരാനായിട്ടൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര സൈസാണ്, നിങ്ങൾക്ക് കാണാൻ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇത് പുറത്താണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കല്ല, പുറത്ത് ഓടിക്കാനുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.